14,000 റേഷൻ കടകൾ 1.5 വർഷത്തിനകം കമ്പ്യൂട്ടർവൽക്കരിക്കുമെന്ന് സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ്. വിവാദങ്ങൾ കേരളത്തിന്റെ വികസനത്തെ പിന്നിലേക്ക് വലിക്കുകയാണെന്നും മന്ത്രി. ഗുരുവായൂരിൽ നിന്ന് രാവിലെയുള്ള ട്രെയിനുകൾ വൈകി ഓടുന്നത് യാത്രക്കാരെ വലയ്ക്കുന്നു. എഗ്മോർ ഗുരുവായൂർ എക്സ്പ്രസ് വൈകുന്നത് മൂലമാണ് മറ്റു ട്രെയിനുകൾക്ക് സമയം പാലിക്കാനാകാത്തതെന്ന് ആക്ഷേപം. തീരദേശ വികസന കോർപ്പറേഷൻ ലാഭകരമായി പ്രവർത്തിക്കുകയാണെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി കെ ബാബു. 1 കോടി രൂപ കോർപ്പറേഷൻ സർക്കാരിന് ലാഭവിഹിതമായി നൽകുമെന്നും മന്ത്രി. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ 14,000 റേഷൻ കടകളും 1.5 വർഷത്തിനകം കമ്പ്യൂട്ടർവൽക്കരിക്കുമെന്ന് സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. പരിയാരം പഞ്ചായത്തിലെ കുറ്റിക്കാട് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ആരംഭിച്ച സൂപ്പർമാർക്കറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കമ്പ്യൂട്ടർ സ്ഥാപിക്കുന്നതോടെ പൊതുവിതരണ രംഗത്ത് നിലനിൽക്കുന്ന അഴിമതി പൂർണ്ണമായും ഇല്ലാതാക്കാനാവും. ഉപഭോക്താവ് ആവശ്യപ്പെട്ടാൽ റേഷൻ കടകളിലെ സ്റ്റോക്കുകൾ മുഴുവൻ പ്രദർശിപ്പിക്കുന്ന സംവിധാനമാണ് വരുന്നതെന്നും മന്ത്രി പറഞ്ഞു. കൃഷിവകുപ്പുമായി സഹകരിച്ച് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ പച്ചക്കറി വിതരണം നടത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ബി.ഡി. ദേവസി എം.എൽ.എയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കെ.പി. ധനപാലൻ എം.പി. മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജി ബോസ്, ജില്ലാ പഞ്ചായത്ത് അംഗം ജയ്മോൻ താക്കോൽക്കാരൻ, റീജിയണൽ മാനേജർ പി. ദാക്ഷായണിക്കുട്ടി, ജില്ലാ ഓഫീസർ ജലജാമണി എന്നിവർ സംസാരിച്ചു. വിവാദങ്ങൾ കേരളത്തിന്റെ വികസനത്തെ പിന്നിലേക്ക് വലിക്കുകയാണെന്ന് സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. ഇരിങ്ങാലക്കുട എച്ച്.എം. ഫോറത്തിന്റെ ആചാര്യശ്രേഷ്ഠ പുരസ്കാരം നേടിയ കാർമൽ ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ ഫാദർ ജോസ് താണിക്കലിന് നൽകിയ സ്വീകരണത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവാദങ്ങൾ ഭൂരിഭാഗവും അനാവശ്യമായിരുന്നുവെന്ന് പിന്നീട് തെളിഞ്ഞു. 3 പതിറ്റാണ്ട് മുമ്പ് കമ്പ്യൂട്ടർ സംവിധാനം ഏർപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ വിദ്യാഭ്യാസ ഓഫീസുകളിൽ ലാത്തിചാർജ് നടത്തേണ്ടി വന്നു. എന്നാൽ ഇന്ന് ഐ.ടി. മേഖലയിൽ വിദ്യാർത്ഥികൾ കൊയ്യുന്ന നേട്ടങ്ങൾ അന്നത്തെ സമരക്കാർ ഓർമ്മിക്കുന്നത് നന്നായിരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സ്കൂൾ മാനേജർ ഫാദർ ജോർജ് പയസൂക്കൻ അധ്യക്ഷത വഹിച്ചു. കെ.പി. ധനപാലൻ എം.പി., ബി.ഡി. ദേവസി എം.എൽ.എ., മുനിസിപ്പൽ ചെയർമാൻ വി.ഒ. പൈലപ്പൻ, ഡി.എ.ഒ. ടി.കെ. ജയന്തി, എച്ച്.എം. ഫോറം കൺവീനർ കെ.എസ്. ഗോപിനാഥൻ എന്നിവർ സംസാരിച്ചു. ഗുരുവായൂരിൽ നിന്ന് രാവിലെയുള്ള ട്രെയിനുകൾ വൈകി ഓടുന്നത് യാത്രക്കാരെ വലയ്ക്കുന്നു. എഗ്മോർ ഗുരുവായൂർ എക്സ്പ്രസ് വൈകി എത്തുന്നത് തുടർക്കഥയാവുന്നതാണ് രാവിലെ പുറപ്പെടുന്ന ട്രെയിനുകളുടെ സമയക്രമം താളം തെറ്റാൻ ഇടയാക്കുന്നത്. എഗ്മോർ എക്സ്പ്രസ് വൈകി എത്തുന്നതിനെ തുടർന്നാണ് പുനലൂർ പാസഞ്ചറും എറണാകുളം പാസഞ്ചറും ഗുരുവായൂരിൽ നിന്ന് പുറപ്പെടാൻ വൈകുന്നത്. ഇക്കഴിഞ്ഞ ഒരാഴ്ചയിലെ എല്ലാ ദിവസവും പുനലൂർ പാസഞ്ചറും എറണാകുളം പാസഞ്ചറും വൈകിയാണ് ഗുരുവായൂരിൽ നിന്ന് പുറപ്പെട്ടത്. എഗ്മോർ കൃത്യസമയം പാലിച്ചാൽ മാത്രമേ പുനലൂർ പാസഞ്ചറിന് 6 തന്നെ ഗുരുവായൂരിൽ നിന്ന് പുറപ്പെടാനാവൂ. പുനലൂർ വണ്ടി പൂങ്കുന്നം വിട്ടുകഴിഞ്ഞാൽ മാത്രമേ എറണാകുളം പാസഞ്ചറിന് ഗുരുവായൂരിൽ നിന്ന് പുറപ്പെടാനാവൂ. തീവണ്ടികൾ സമയം തെറ്റി ഓടുന്നതിനാൽ യാത്രക്കാർ ദുരിതത്തിലാണ്. മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗത്തിൽ പോകാവുന്ന രീതിയിൽ ഗുരുവായൂർ പാത സജ്ജമായിട്ട് മാസം 3 കഴിഞ്ഞെങ്കിലും സേഫ്റ്റി കമ്മീഷണറുടെ പരിശോധന കഴിഞ്ഞിട്ടില്ലെന്ന ഒറ്റ കാരണത്താൽ തീവണ്ടികൾ വേഗം കുറച്ചാണ് ഇതിലെ പോകുന്നത്. പൂങ്കുന്നം മുതൽ ഗുരുവായൂർ വരെ മണിക്കൂറിൽ 45 കിലോമീറ്ററാണ് ഇപ്പോഴത്തെ വേഗം. സർക്കാർ കോടികൾ മുടക്കിയ പല കോർപ്പറേഷനുകളും വെള്ളാനകളായി മാറിയ ഇക്കാലത്ത് തീരദേശ വികസന കോർപ്പറേഷൻ ലാഭകരമായി പ്രവർത്തിക്കുകയാണെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി കെ ബാബു പറഞ്ഞു. ബാളയിൽ ദേശീയ ഫിഷറീസ് വികസന ബോർഡ് നിർമ്മിച്ച ആധുനിക മത്സ്യവിപണന കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഈ വർഷം 1 കോടി രൂപയാണ് തീരദേശ വികസന കോർപ്പറേഷൻ സംസ്ഥാന സർക്കാരിന് ലാഭവിഹിതമായി നൽകുന്നത്. മാള നെയ്തൽ ഗ്രാമത്തിന്റെ നിർമ്മാണത്തിൽ കാലതാമസമുണ്ടെന്നും ഫണ്ടിന്റെ അപര്യാപ്തതയാണ് പ്രതീക്ഷ തെറ്റിച്ചതെന്നും മന്ത്രി പറഞ്ഞു. ദേശീയ ഫിഷറീസ് വികസന ബോർഡ് 63.65 ലക്ഷവും സംസ്ഥാന സർക്കാർ 7.07 ലക്ഷവും മുടക്കിയാണ് മത്സ്യവിപണന കേന്ദ്രം നിർമ്മിച്ചത്. ടി.എൻ. പ്രതാപൻ എം.എൽ.എ. അധ്യക്ഷത വഹിച്ചു. കെ.പി. ധനപാലൻ എം.പി., മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മേരി റപ്പായി, മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര ശിവരാമൻ, പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റംലാൻ നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. കയ്പമംഗലം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി കെ.പി. ധനപാലൻ എം.പി. ഉദ്ഘാടനം ചെയ്തു. ആശുപത്രിയുടെ ഒ.പി. വിഭാഗം അഡ്വക്കേറ്റ് വി.എസ്. സുനിൽകുമാർ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് പി.എ. മുഹമ്മദ് അലി കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാൻസി റാഫേൽ, അനിത ജേക്കബ്, മഞ്ജുള അരുണൻ, എം.ജി. ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. മണ്ഡല മകരവിളക്ക് ഏകാദശി സീസണിൽ ഗുരുവായൂരിൽ കൂടുതൽ പോലീസിനെ നിയോഗിക്കാനും പാർക്കിംഗ് ഗ്രൌണ്ടുകളിൽ ജനകീയ സ്ക്വാഡിന്റെ സേവനം കാര്യക്ഷമമാക്കാനും തീരുമാനമായി.
മണ്ഡല മകരവിളക്ക് ഏകാദശി സീസണിന് മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിനായി നഗരസഭ വിളിച്ചു ചേർത്ത വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനം. സീസൺ സമയത്ത് ഗുരുവായൂരിലെത്തുന്ന തീർത്ഥാടകർക്ക് 24 മണിക്കൂറും മെച്ചപ്പെട്ട സൌകര്യങ്ങൾ ഒരുക്കുന്നതിനായാണ് യോഗം വിളിച്ചു ചേർത്തത്. നിലവിലുള്ള പാർക്കിംഗ് ഗ്രൌണ്ടുകൾക്ക് പുറമെ താൽക്കാലിക സംവിധാനം ഒരുക്കുകയും പാർക്കിംഗിന് അമിത ചാർജ് ഈടാക്കുന്നത് കണ്ടെത്താൻ നടപടി സ്വീകരിക്കുകയും ചെയ്യും. നഗരസഭാ ഓഫീസിൽ നടന്ന യോഗത്തിൽ ചെയർമാൻ ടി ശിവദാസൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ മഹിമ രാജേഷ്, ഗുരുവായൂർ ACP RK ജയരാജ്, SI PK ഹരിദാസ്, ഹെൽത്ത് സൂപ്രണ്ട് K ലക്ഷ്മണൻ തുടങ്ങിയവർ, ദേവസ്വം, ആരോഗ്യവകുപ്പ്, വാട്ടർ അതോറിറ്റി, പൊതുമരാമത്ത്, ലീഗൽ, മെട്രോളജി, സിവിൽ സപ്ലൈസ് തുടങ്ങി വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. പള്ളിപ്പുറം പാലത്തിന് സമീപമുള്ള തോട്ടിൽ വൃദ്ധനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പാലക്കൽ തേറാട്ടിൽ ഒല്ലൂക്കാരൻ ദേവസ്യയുടെ മകൻ 68 വയസ്സുള്ള വർഗീസ് ആണ് മരിച്ചത്. 14-ാം തീയതി മുതലാണ് വർഗീസിനെ വീട്ടിൽ നിന്ന് കാണാതായത്. ഇതേ തുടർന്ന് വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയിരുന്നു. ശനിയാഴ്ച രാവിലെ പാടത്ത് പണിക്കായി എത്തിയവരാണ് മൃതദേഹം കണ്ടത്. അന്തിക്കാട് സ്റ്റേഷൻ ASI മാധവന്റെ നേതൃത്വത്തിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മുളങ്കുന്നത്താവ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് AIYF കൊണ്ടാഴി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ 24 മണിക്കൂർ ഉപവാസ സമരം നടത്തി. CPI ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറി KK വത്സരാജ് സമരം ഉദ്ഘാടനം ചെയ്തു. AIYF ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം PR വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു. AIYF സംസ്ഥാന സെക്രട്ടറി K രാജൻ, AISF സംസ്ഥാന സെക്രട്ടറി KP സന്ദീപ് തുടങ്ങിയവർ സംസാരിച്ചു. ഭാരതപ്പുഴയിൽ തടയണകൾ നിർമ്മിക്കുക, കൺസ്യൂമർ ഫെഡിന് കുടിവെള്ള കച്ചവടത്തിന് ലൈസൻസ് നിഷേധിക്കുക, കൊണ്ടാഴി പഞ്ചായത്തിനെ പ്ലാച്ചിമട ആക്കാതിരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഉപവാസം. ചാലക്കുടി NSS സീനിയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പെൺകുട്ടികളുടെ വിഭാഗം സംസ്ഥാന CBSE വോളിബോൾ ടൂർണമെന്റിൽ തൃക്കാക്കര ഭവൻസ് വരുണ വിദ്യാലയം ജേതാക്കളായി. ഏകപക്ഷീയമായി 3 സെറ്റുകൾക്ക് വടുതല ചിന്മയ വിദ്യാലയത്തെയാണ് അവർ പരാജയപ്പെടുത്തിയത്. മുൻ ദേശീയ താരം മൊയ്തീൻ നൈന സമ്മാനദാനം നിർവഹിച്ചു. പ്രിൻസിപ്പൽ P വാസുദേവൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. തിരുവോണ ദിവസം വീട്ടിൽ കയറി സ്ത്രീയെയും മകനെയും ആക്രമിച്ച കേസിൽ പ്രതികളായ 4 പേരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. അഞ്ഞൂർകുന്ന് ലക്ഷം വീട് കോളനി സ്വദേശികളായ കോടത്തൂർ സന്ദീപ്, മുണ്ടന്തറ അഭിലാഷ്, പനങ്ങായിൽ സുബീഷ്, തലക്കാട്ട് സജിത് എന്നിവരെയാണ് SI K മാധവൻകുട്ടി, ASI ശിവദാസൻ എന്നിവരുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. തിരുവോണ ദിവസം വൈകിട്ട് 5 മണിയോടെയാണ് അഞ്ഞൂർകുന്ന് രായമരയ്ക്കാർ വീട്ടിൽ ഉമൈബയ്ക്കും മകൻ ഹാരിസിനും നേരെ ആക്രമണം നടന്നത്. ഹാരിസും പ്രതികളും തമ്മിൽ വാക്കേറ്റവും ഉന്തും തള്ളുമുണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് വീട്ടിൽ കയറി ഇരുവരെയും ആക്രമിച്ചത്. അക്രമത്തിൽ ഉമൈബയുടെ പല്ലുകൾ നഷ്ടപ്പെട്ടിരുന്നു. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. ഇരിങ്ങാലക്കുട മുൻ SIക്കെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവ്. യുവാവിനെ അന്യായമായി തടങ്കലിൽ വെച്ച് മർദ്ദിച്ചുവെന്നാരോപിച്ച് നൽകിയ പരാതിയിൽ ഇരിങ്ങാലക്കുട SI ആയിരുന്ന അനിൽകുമാർ T മേപ്പുള്ളിക്കെതിരെ കേസെടുക്കാനാണ് ഇരിങ്ങാലക്കുട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ബിജുമോൻ ഉത്തരവിട്ടത്. 2012-ൽ ഇരിങ്ങാലക്കുട സ്വദേശിയായ ഹാരിസിനെ പോലീസ് അന്യായമായി കസ്റ്റഡിയിലെടുത്ത് തടങ്കലിൽ വെച്ച് മർദ്ദിച്ചുവെന്നാരോപിച്ച് ഭാര്യ അതുല്യ നൽകിയ പരാതിയിലാണ് ഉത്തരവ്. 2014 ഫെബ്രുവരിയിൽ SI നേരിട്ട് കോടതിയിൽ ഹാജരാകാനും ഉത്തരവിട്ടിട്ടുണ്ട്. വാദിക്കുവേണ്ടി അഡ്വക്കേറ്റ് P മണികണ്ഠൻ ഹാജരായി. ജനകീയ ആസൂത്രണ പദ്ധതിയിലെ ഗുണഭോക്താക്കൾക്ക് കുന്നംകുളം നഗരസഭയിൽ 2ാം ഗഡു വിതരണം ആരംഭിച്ചു. വീട് നിർമ്മാണത്തിനുള്ള ഗുണഭോക്താക്കൾക്കാണ് ചെക്ക് വിതരണം ചെയ്തത്. എന്നാൽ മുഴുവൻ ഗുണഭോക്താക്കൾക്കും ചെക്ക് നൽകാത്തതിൽ പ്രതിപക്ഷ കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. പദ്ധതിയിൽ ഗുണഭോക്താക്കൾക്ക് വിഹിതം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഒരാഴ്ച മുമ്പ് നഗരസഭാ ചെയർമാന്റെ ചേംബറിലേക്ക് തള്ളിക്കയറാനുള്ള ശ്രമം നടന്നിരുന്നു. തുടർന്ന് ശനിയാഴ്ച മുതൽ 2ാം ഗഡു വിതരണം ചെയ്യുമെന്ന് ചെയർമാൻ CK ഉണ്ണികൃഷ്ണൻ ഉറപ്പ് നൽകിയിരുന്നു. ഇതനുസരിച്ചാണ് ഗുണഭോക്താക്കൾക്ക് ചെക്ക് കൈപ്പറ്റാൻ എത്തിയത്. എന്നാൽ ഗുണഭോക്താക്കളുടെ ലിസ്റ്റിൽ നിന്ന് കേവലം 30 പേർക്ക് മാത്രമാണ് ചെക്ക് എഴുതിയിരുന്നത്. ജനങ്ങളെ കബളിപ്പിക്കാനാണ് അധികൃതർ ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷാംഗം SR അനിരുദ്ധൻ പറഞ്ഞു. മറ്റത്തൂരിൽ കഴിഞ്ഞ രാത്രിയിലുണ്ടായ കാറ്റിൽ തെങ്ങ് കടപുഴകി വീണ് ഓടിട്ട വീട് ഭാഗികമായി തകർന്നു. പടിഞ്ഞാറ്റുമുറി കൈപ്പള്ളി മാധവന്റെ വീടാണ് തകർന്നത്. ആളപായമില്ല. ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുവാൻ ജമാഅത്തുകൾ വഴി മുസ്ലിം യുവാക്കൾ രംഗത്ത് വരണമെന്ന് കേരള മുസ്ലിം ജമാഅത്ത് കൌൺസിൽ സംസ്ഥാന പ്രസിഡന്റ് കരമന്ന ബയാർ അഭിപ്രായപ്പെട്ടു. ജമാഅത്ത് യൂത്ത്
കൌൺസിൽ തൃശൂർ ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജമാഅത്ത് കൌൺസിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് AM ഹാരിസ് തൃശൂർ അധ്യക്ഷത വഹിച്ചു. ജമാഅത്ത് കൌൺസിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി പത്തനംതിട്ട ഷാജി മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസിൽ സംസ്ഥാന പ്രസിഡന്റ് സലീം വള്ളിക്കുന്നം, ജനറൽ സെക്രട്ടറി P. സെയ്ദലി തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി, അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവരുടെ തീരുമാനത്തിന് വിധേയമായി മാത്രം കാവനാട് പ്രദേശത്ത് ടവർ നിർമ്മാണ നടപടികൾ തുടർന്നാൽ മതിയെന്ന് കൊടകര പഞ്ചായത്ത് കമ്മിറ്റി യോഗം തീരുമാനിച്ചു. മൊബൈൽ ടവർ നിർമ്മിക്കാൻ സ്വകാര്യ കമ്പനിക്ക് അനുമതി നൽകിയതിനെതിരെ പ്രദേശവാസികൾ എതിർപ്പുമായി രംഗത്തെത്തിയ സാഹചര്യത്തിലാണ് തീരുമാനം. ടവർ നിർമ്മാണത്തിന് അനുമതി നൽകിയിട്ടുള്ള സ്ഥലം നെൽപ്പാടമാണെന്നും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്താണെന്നും കാണിച്ച് സമീപവാസികൾ പരാതി നൽകിയിരുന്നു. വലപ്പാട് വെൽഫെയർ അസോസിയേഷൻ UAയുടെ ആഭിമുഖ്യത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാഭ്യാസ അവാർഡ് സമർപ്പണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന അജയ് ഘോഷ് അവാർഡ് സമർപ്പണം നിർവഹിച്ചു. വെൽഫെയർ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി PA മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷനായിരുന്നു. ആലപ്പുഴ നാട്യകല ആർട്ട് ആൻഡ് ഫോക്ക് റിസർച്ച് സെന്ററിന്റെ പ്രേക്ഷക പുരസ്കാരം നേടിയ സദാനന്ദൻ ഏങ്ങണ്ടിയുടെ ചടങ്ങിൽ ആദരിച്ചു. ഇതോടനുബന്ധിച്ചുള്ള പച്ചക്കറി വിത്തുകളുടെ വിതരണം വലപ്പാട് കൃഷി ഓഫീസർ CD മിനി നിർവഹിച്ചു. പ്രൊഫസർ TR ഹാരി, VS വലപ്പാട്, CK സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു. സർവശിക്ഷാ അഭിയാൻ കൊടകര BRCയുടെ നേതൃത്വത്തിൽ കൊടകര മറ്റത്തൂർ പഞ്ചായത്തുകളിലെ LP സ്കൂൾ വിദ്യാർത്ഥികൾക്കായി പരീക്ഷണ കളരി സംഘടിപ്പിച്ചു. കൊടകര GLP സ്കൂളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KV അമ്പിളി ഉദ്ഘാടനം ചെയ്തു. അംഗം KR സോമൻ അധ്യക്ഷത വഹിച്ചു. BPO C രഞ്ജിത്ത്, പ്രധാനാധ്യാപിക TR സൈരന്ദ്രി, BRC ട്രെയിനർ P ഗീത എന്നിവർ സംസാരിച്ചു. ഓണം വിപണി ലക്ഷ്യമാക്കി കൊണ്ടുവന്ന അരി പൂഴ്ത്തിവെച്ചെന്നാരോപിച്ച് CPM പ്രവർത്തകർ എടമുട്ടം സർവീസ് സഹകരണ ബാങ്ക് നീതി സ്റ്റോറിന്റെ ഗോഡൌണിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി. അരിക്ക് പുറമെ പല വ്യഞ്ജനങ്ങളും പൂഴ്ത്തിവെച്ചതായും CPM ആരോപിച്ചു. LC അശോകൻ, KR മുരളി, PM അബ്ദുൽ ഖാദർ, KV മനോജ് കുമാർ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. അതേസമയം പുതിയതായി ആരംഭിച്ച നീതി സ്റ്റോറിലേക്കുള്ള ഉൽപ്പന്നങ്ങളാണ് ഗോഡൌണിൽ ഉണ്ടായിരുന്നതെന്ന് ബാങ്ക് പ്രസിഡന്റ് TU ഉദയൻ അറിയിച്ചു. NSS ചാവക്കാട് താലൂക്ക് യൂണിയൻ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി മന്നം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വയം സഹായ സംഘങ്ങളുടെ പ്രവർത്തന വിശദീകരണ യോഗം സംഘടിപ്പിച്ചു. ഗുരുവായൂരിലെ NSS ആസ്ഥാന മന്ദിരത്തിൽ നടന്ന യോഗം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് P. ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് പ്രൊഫസർ N. രാജശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു. KK ജയറാം, K. മുരളീധരൻ, ജ്യോതി രവീന്ദ്രനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. തോളൂർ ഗ്രാമപഞ്ചായത്തിലെ പട്ടികജാതി വിഭാഗങ്ങളുടെ പരാതികൾക്ക് പരിഹാരം കാണുന്നതിനു വേണ്ടി അദാലത്ത് നടത്തി. പോന്നൂർ ഗവൺമെന്റ് വെൽഫെയർ സ്കൂളിൽ നടന്ന പരാതി പരിഹാര അദാലത്ത് ജില്ലാ പോലീസ് സൂപ്രണ്ട് P. പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. തോളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NP സരോജിനി അധ്യക്ഷയായിരുന്നു. പകുതിയോളം പരാതികളിൽ അദാലത്തിൽ വെച്ച് തന്നെ പരിഹാരം കണ്ടു. ഒരു തരി മണ്ണ് പോലും തരിശായി കിടക്കരുത് എന്ന് കരുതി കയ്യും മെയ്യും മറന്ന് പണിയെടുക്കുകയാണ് കല്ലൂർ വല്ലച്ചിറ സ്വദേശികളായ ദിവാകരനും അഗസ്റ്റിനും. നെന്മണിക്കര പാലിയം പാടത്തിന് സമീപത്തുള്ള 15 ഏക്കർ സ്ഥലത്താണ് ഇരുവരും ചേർന്ന് പൊന്നു വിളയിക്കുന്നത്. 5 ഏക്കർ സ്ഥലത്ത് കരനെൽ കൃഷിയും 5 ഏക്കറിൽ വാഴയും ബാക്കി വരുന്ന 5 ഏക്കറിൽ വിവിധ ഇനം പച്ചക്കറികളുമാണ് കൃഷി ചെയ്യുന്നത്. നൂതന സാങ്കേതിക വിദ്യകളുടെ സഹായമില്ലാതെ വ്യത്യസ്ത രീതിയിലാണ് ഇവരുടെ കൃഷിപ്പണി. നെൽകൃഷിയുടെ ഇടയിൽ പാവൽ കൃഷി ചെയ്ത് ഒരേ സമയം 2 കൃഷിയും വിളവെടുക്കുകയാണ്. വാഴകൃഷി വിളവെടുത്തതിന് ശേഷം നെൽകൃഷിയും അതേ സ്ഥലത്ത് ആരംഭിച്ചു. ഒരേ മണ്ണിൽ തന്നെ വിവിധ കൃഷിരീതികൾ പരീക്ഷിച്ച് വിജയം കൈവരിക്കാനാകുമെന്ന് തെളിയിക്കുകയാണ് ഈ കർഷക സുഹൃത്തുക്കൾ. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ കല്ലൂർ തൊട്ടിപ്പറമ്പിൽ ദിവാകരനും വല്ലച്ചിറ പഞ്ചായത്തിലെ പിടിയത്ത് അഗസ്റ്റിനും 20 വർഷമായി നെന്മണിക്കര പഞ്ചായത്തിലെ ഈ ഭൂമി പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്തു വരുന്നു. കഴിഞ്ഞ കാലവർഷക്കെടുതിയിൽ നേന്ത്രവാഴ കൃഷി പൂർണ്ണമായും നശിച്ചിരുന്നു. 2 ലക്ഷം രൂപയോളം നഷ്ടം വന്നുവെങ്കിലും ഇവർ കൃഷിയിൽ നിന്ന് പിന്മാറാൻ തയ്യാറാകാതെ വാഴ പറിച്ചുമാറ്റി അവിടെ കരനെൽ കൃഷി ഇറക്കുകയാണ് ചെയ്തത്. നെന്മണിക്കര ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും പൂർണ്ണ പിന്തുണയുമായി ഇവർക്കൊപ്പമുണ്ട്. നെന്മണിക്കര പഞ്ചായത്തിന്റെ ഈ വർഷത്തെ കർഷകശ്രീ അവാർഡും ഇതര പഞ്ചായത്തുകളിൽ വസിക്കുന്ന ഇവർക്കാണ് ലഭിച്ചത്.
പാവൽ, പടവലം, പയർ തുടങ്ങി 12 ഇനം പച്ചക്കറികൾ ക്ലസ്റ്ററുകളായി തിരിച്ചാണ് ഇവർ കൃഷി ചെയ്തു വരുന്നത്. കരനെൽ കൃഷിയുടെ കൊയ്ത്തുത്സവവും പച്ചക്കറി വിളവെടുപ്പും സി രവീന്ദ്രനാഥ് MLA നിർവഹിച്ചു. TCV പുതുക്കാട്. മനക്കുളങ്ങര കൃഷ്ണവിലാസം UP സ്കൂളിൽ കാൻസർ ബോധവൽക്കരണ സെമിനാറും മഴവെള്ള സംഭരണി ഉദ്ഘാടനവും നടത്തി. ചാലക്കുടി അവാർഡ് സംഘടനയും കൊടകര ഗ്രാമപഞ്ചായത്തും സംയുക്തമായാണ് സെമിനാർ നടത്തിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസ്ലി വർഗീസ് ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KV അമ്പിളി അധ്യക്ഷത വഹിച്ചു. അമല കാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗീ വർഗീസ്, ഫാമിലി കൌൺസിലർ ജോഷി പള്ളിക്കൽ എന്നിവർ സെമിനാറിൽ നയിച്ചു. എളവള്ളി ഗ്രാമപഞ്ചായത്ത് വടുതലയിൽ കർഷക വയൽശാല നടന്നു. അഗ്രികൾച്ചർ ടെക്നോളജി മാനേജ്മെന്റ് ഏജൻസിയുടെ ആഭിമുഖ്യത്തിൽ മേമ്പത്ത് ബാലകൃഷ്ണന്റെ കൃഷിയിടത്തിലാണ് കർഷക വയൽശാല നടന്നത്. എളവള്ളി കൃഷി ഓഫീസർ KJ ഒനിൽ അധ്യക്ഷനായിരുന്നു. വിവിധ കാർഷിക യന്ത്രങ്ങളുടെ പ്രദർശനവും പ്രവർത്തനവും ഉണ്ടായിരുന്നു. ചേർപ്പ് ഊരകത്തമ്മ തിരുവടി ക്ഷേത്ര പരിസരത്ത് അക്ഷരകാലത്തിന്റെ വിളംബരവും ലോഗോ പ്രകാശനവും നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ വടക്കേടത്ത് പെരുമ്പടുപ്പ് കേശവൻ നമ്പൂതിരി കാര്യാലയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അക്ഷരകാലം നിർവഹണ സമിതി ചെയർമാൻ കോരമ്പത്ത് ഗോപിനാഥൻ അധ്യക്ഷത വഹിച്ചു. വേളപ്രമാണി പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ ലോഗോ പ്രകാശനം നിർവഹിച്ചു. ഡോക്ടർ R മുരളീധരൻ, VG രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കുമാരപുരം ഉണ്ണിമാരാരും സംഘവും നയിച്ച നവമേളവും അരങ്ങേറി. മനക്കുളങ്ങര ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന പ്രതിമാസ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ അറിയിച്ചു. പരിശോധനയിൽ തിമിര ശസ്ത്രക്രിയ ആവശ്യമായി വരുന്നവർക്ക് സൗജന്യമായി നടത്തിക്കൊടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് KR സുരേന്ദ്രൻ, ഗജാഞ്ചി VM അനിൽ എന്നിവർ പങ്കെടുത്തു. റോഡിലെ കുഴികളടച്ച് ഒരുമനയൂർ ജനനന്മ പ്രവർത്തകർ മാതൃകയായി. ഒരുമനയൂർ പാലം കടവ് മുതൽ സ്വാമിപ്പടി വരെ സ്ഥിരമായി അപകടങ്ങൾ ഉണ്ടാകാറുള്ള റോഡിലെ ചെറുതും വലുതുമായ കുഴികളാണ് മണ്ണും കല്ലുമിട്ട് പ്രവർത്തകർ അടച്ചത്. ജനനന്മ പ്രവർത്തകരായ TP മൊയ്നുദ്ദീൻ, PM താഹിർ, VP ബഷീർ, ഫൈസൽ തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ മഴയിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്കും വിത്തും വളവും സൗജന്യമായി നൽകണമെന്ന് ജില്ലാ കോൾ കർഷക സംഘം ജനറൽ സെക്രട്ടറി NK സുബ്രഹ്മണ്യൻ ആവശ്യപ്പെട്ടു. ജില്ലയിൽ 5000 ഏക്കറിലേറെ മുണ്ടകൻ നെൽകൃഷിയാണ് മഴയിൽ നശിച്ചത്. എളവള്ളി, മുല്ലശ്ശേരി, വെങ്കിടങ്ങ്, മണലൂർ, അരിമ്പൂർ പഞ്ചായത്തുകളിലായി കൃഷിനാശം സംഭവിച്ച കർഷകർക്കാണ് അടിയന്തരമായി വിത്തും വളവും അനുവദിക്കേണ്ടതെന്നും NK സുബ്രഹ്മണ്യൻ പറഞ്ഞു. സമർപ്പിത ജീവിതത്തിന്റെ ഒഴിവു നേരങ്ങൾക്ക് പൂക്കളുടെ സുഗന്ധവും കൃഷിയുടെ ഹരിതാഭയും പകർന്നു നൽകുകയാണ് മൂന്നുമുറി വിശുദ്ധ സ്നാപക യോഹന്നാൻ ദേവാലയത്തിലെ വികാരിയായ ഫാദർ സെബാസ്റ്റ്യൻ ഈരേക്കാടൻ. ദേവാലയാങ്കണത്തിൽ വിടർന്ന് പരിലസിക്കുന്ന 100 കണക്കിന് ഡാലിയ പുഷ്പങ്ങളും പള്ളിപ്പറമ്പിലെ എണ്ണമറ്റ വാഴക്കുലകളും ഈ വൈദിക ശ്രേഷ്ഠന്റെ അധ്വാനശീലത്തിനുള്ള സാക്ഷ്യപത്രങ്ങളാണ്. ഡാലിയ പൂക്കളെ അതിരറ്റ് സ്നേഹിക്കുന്ന സെബാസ്റ്റ്യൻ അച്ഛൻ 40 വർഷം പിന്നിട്ട തന്റെ പൗരോഹിത്യ ജീവിതത്തിനിടയിൽ സേവനമനുഷ്ഠിച്ച പള്ളികളിൽ തന്നെ ഡാലിയ ചെടികളുടെ വലിയൊരു തോട്ടം നിർമ്മിക്കാറുണ്ട്. 2.5 വർഷം മുൻപ് മൂന്നുമുറി ഇടവകയിൽ വികാരിയായി എത്തിയപ്പോഴും ഈ പതിവ് തെറ്റിച്ചില്ല. ദേവാലയ മുറ്റത്ത് ഡാലിയ ചെടികൾ കൊണ്ടുള്ള മനോഹരമായ ഒരു പൂന്തോട്ടം അച്ഛൻ തീർത്തു. രാവിലെയും വൈകുന്നേരവും ഈ ചെടികൾക്ക് വെള്ളമൊഴിക്കുന്നതും ഇടയ്ക്കിടെ ജൈവവളം ചേർക്കുന്നതും എല്ലാം അച്ഛനാണ്. നേരത്തെ ഡാലിയ ചെടികളുടെ 40-ൽ പരം ഇനങ്ങൾ അച്ഛന്റെ തോട്ടത്തിലുണ്ടായിരുന്നു. എല്ലാം പല നാടുകളിൽ നിന്ന് ശേഖരിച്ചവയാണ്. നാനാ വർണ്ണങ്ങളിലുള്ള 17 ഇനം ഡാലിയ ചെടികളാണ് ഇപ്പോൾ സെബാസ്റ്റ്യൻ അച്ഛന്റെ പൂന്തോട്ടത്തിലുള്ളത്. ഒരു ചെടിയിൽ ഒരേ സമയം 30ഓളം പൂക്കൾ വിരിയുന്ന അപൂർവ ഇനം ഡാലിയായും ഈ കൂട്ടത്തിലുണ്ട്. കുഞ്ഞുങ്ങൾക്കെന്ന പോലെ ചെടികൾക്കും സ്നേഹത്തോടെയുള്ള തൊട്ടുതലോടൽ ആവശ്യമാണെന്ന് അച്ഛൻ വിശ്വസിക്കുന്നു. അതിനോടുള്ള പരിചരണവും സ്നേഹവും ഞാൻ എപ്പോഴും അതിൻ്റെ അടുത്ത് 2 പ്രാവശ്യങ്ങളും ചെല്ലാതിരിക്കില്ല. കാലത്തും നനച്ചു, വൈകിട്ടും നനച്ചു, പിന്നെ ഇടയ്ക്ക് അതിൻ്റെ അടുത്ത് പോയിട്ടുള്ള കേടുപാടുകളുണ്ടെങ്കിൽ അത് തീർക്കണം. ഡാലിയ ചെടികളെ കൂടാതെ മനോഹരമായ വിവിധ തരം റോസാ ചെടികളും പള്ളിയങ്കണത്തിൽ നട്ടുവളർത്തുന്നുണ്ട്. ദിവ്യബലിക്ക് അൾത്താരയിൽ അലങ്കരിക്കാൻ ഈ പൂക്കൾ ഉപയോഗിക്കുന്നു. ദിവസവും 3-4 മണിക്കൂർ
പള്ളിപ്പറമ്പിൽ കൃഷിപ്പണികൾക്കായി ഇദ്ദേഹം ചെലവഴിക്കുന്നു. 2 ഏക്കറോളം വരുന്ന പള്ളിപ്പറമ്പിൽ സെബാസ്റ്റ്യൻ അച്ഛന്റെ നേതൃത്വത്തിൽ 700-ലേറെ വാഴകളാണ് ഇത്തവണ കൃഷി ചെയ്തിട്ടുള്ളത്. ഇതിൽ പൂവനും റോബസ്റ്റയും നേന്ത്രനും എല്ലാമുണ്ട്. ഒഴിവു സമയങ്ങളിൽ ഇവരെ സഹായിക്കാൻ ഇടവകാംഗങ്ങളും എത്താറുണ്ട്. രാസവളങ്ങൾ ഉപയോഗിക്കാതെ പൂർണ്ണമായും ജൈവവളമിട്ടാണ് ഇവിടുത്തെ കൃഷി. നമ്മുടെ അധ്വാനം കൊണ്ട് വിളയിച്ച് ഫലഭൂയിഷ്ഠമാക്കി മനുഷ്യരുടെ ഉപയോഗത്തിനായിട്ട് അത് ഉപയോഗപ്പെടുത്താൻ സർവശക്തനായിട്ടുള്ള ദൈവം നമ്മോട് ഓരോരുത്തരും ആജ്ഞാപിച്ചിട്ടുണ്ട്. അധ്വാനത്തിലൂടെയാണ് മഹത്വം കണ്ടെത്താനും വളർച്ച നേടാനും എല്ലാ മനുഷ്യർക്കും സാധിക്കുക. അങ്ങനെ ആ ലക്ഷ്യം കൺമുമ്പിൽ വെച്ചുകൊണ്ടാണ് ഈ ഇടവക ജനങ്ങളെ ബോധവൽക്കരിക്കാനും കൃഷിയോടുള്ള പ്രത്യേക താല്പര്യം അവരിൽ വളർത്തിയെടുക്കാനും വേണ്ടിയാണ്. 2 വർഷം മുൻപ് 3 മുറിയിൽ വികാരിയായി എത്തിയ അച്ഛൻ അൾത്താര ബാലസംഘത്തിലെ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ വാഴകൃഷി ഏറെ ശ്രദ്ധ നേടിയിരുന്നു. 30,000-ഓളം രൂപയാണ് ഈ കൃഷിയിലൂടെ അൾത്താര ബാലസംഘം നേടിയത്. കഴിഞ്ഞ വർഷം പള്ളിപ്പറമ്പിൽ നടത്തിയ വാഴകൃഷിയിലൂടെ 75,000 രൂപ നേടി. ഇരിങ്ങാലക്കുട രൂപതയിലെ വികാരി ജനറൽ പദം വഹിച്ചിട്ടുള്ള ഫാദർ സെബാസ്റ്റ്യൻ ഈഴേക്കാടൻ 70-ാം വയസ്സിലും കൃഷിക്കും പൂന്തോട്ട നിർമ്മാണത്തിനും സമയം കണ്ടെത്തുകയാണ്. TCV ന്യൂസ്, കൊടകര. ഇടവേള. വാർത്ത തുടർന്നു. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ വഴിപാടായി ഭക്തൻ സ്വർണ്ണമണിമാല സമർപ്പിച്ചു. തൃപ്രയാർ സ്വദേശി വിനോദ് കാരേപ്പറമ്പിലാണ് 5 പവന്റെ സ്വർണ്ണമണിമാല സമർപ്പിച്ചത്. തന്ത്രി തരണനെല്ലൂർ പത്മനാഭൻ നമ്പൂതിരിപ്പാട്, ദേവസ്വം മാനേജർ KK രാജൻ, ക്ഷേത്രക്ഷേമ സമിതി കലശ കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. പഞ്ചായത്ത് അംഗത്തിന്റെ വീടിന് നേരെ പന്നിപ്പടക്കമെറിഞ്ഞു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് അംഗം VR സരളയുടെ കടലാശ്ശേരിയിലെ വീടിന് നേരെയാണ് കഴിഞ്ഞ ദിവസം രാത്രി പന്നിപ്പടക്കമെറിഞ്ഞത്. മകളുടെ വിവാഹത്തിനായി ഒരുക്കിയിരുന്ന പന്തലിന്റെ ടാർപോളിൻ ഷീറ്റുകൾ നേരിയ തോതിൽ കത്തിയിട്ടുണ്ട്. ചേർപ്പ് പോലീസിൽ പരാതി നൽകി. കൊടുങ്ങല്ലൂരിലെ വിവാദമായ വടംവലി കേസിൽ നഗരത്തിലെ CCTV ദൃശ്യങ്ങൾ ഹാജരാക്കുവാൻ ലീഗൽ സർവീസ് അതോറിറ്റി പോലീസിന് നിർദ്ദേശം നൽകി. ഉത്രാടനാളിൽ പോലീസും നഗരസഭ കുടുംബശ്രീയും ചേർന്ന് സംഘടിപ്പിച്ച വടംവലി മത്സരത്തിനിടയിൽ നഗരത്തിലെ ആശുപത്രി റോഡിൽ ഗതാഗതം തടഞ്ഞുവെന്നായിരുന്നു പരാതി. എന്നാൽ വടംവലിക്കിടയിൽ ഗതാഗതം തടസ്സപ്പെട്ടില്ലെന്നായിരുന്നു പോലീസിന്റെയും നഗരസഭയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകന്റെയും വാദം. ഇതേ തുടർന്നാണ് സംഭവ ദിവസത്തെ CCTV ദൃശ്യങ്ങൾ ഹാജരാക്കുവാൻ ലീഗൽ സർവീസ് അതോറിറ്റി പോലീസിനോട് ആവശ്യപ്പെട്ടത്. ചേർപ്പ് സർവീസ് സഹകരണ ബാങ്ക് തിരഞ്ഞെടുപ്പിൽ 2 UDF പാനൽ മത്സരിക്കും. ഏറെ നാൾ ഭിന്നതയിലായിരുന്ന CPM-ഉം CPI-യും ഒറ്റക്കെട്ടായും മത്സരരംഗത്തുണ്ട്. ചേർപ്പ് സഹകരണ ബാങ്ക് തിരഞ്ഞെടുപ്പ് 27-ന് നടക്കാനിരിക്കെയാണ് മുൻ സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരായ ബിജു കുണ്ടുകുളം, CN പ്രേംബാസി എന്നിവരുടെ നേതൃത്വത്തിൽ 2 കോൺഗ്രസ് പാനലുകൾ മത്സരിക്കുന്നത്. മുൻ ബാങ്ക് പ്രസിഡന്റും കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം പ്രസിഡന്റുമായ KK അശോകനെ മത്സരരംഗത്ത് നിന്ന് മാറ്റി നിർത്തിയതിൽ പലർക്കും അമർഷമുണ്ട്. വലപ്പാട് സ്റ്റേഷനിലേക്ക് സ്ഥലം മാറിപ്പോകുന്ന അന്തിക്കാട് SI C പ്രേമാനന്ദകൃഷ്ണന് ഈ മാസം 27-ന് യാത്രയയപ്പ് നൽകും. അന്തിക്കാട് ഗ്രാമപഞ്ചായത്തും അന്തിക്കാട് സ്റ്റേഷൻ പരിധിയിലെ പൌരാവലിയും ചേർന്നാണ് യാത്രയയപ്പ് സമ്മേളനം ഒരുക്കുന്നത്. കഴിഞ്ഞ 2 വർഷങ്ങളിൽ ജനോപകാരപ്രദമായ ഒട്ടേറെ പ്രവർത്തനം കാഴ്ചവെച്ച് ജനമൈത്രി സംവിധാനം സുതാര്യമാക്കിയ SIക്ക് ഉചിതമായ യാത്രയയപ്പ് നൽകാൻ ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. സ്ഥലം മാറിപ്പോകുന്ന അന്തിക്കാട് SI C പ്രേമാനന്ദകൃഷ്ണന് സ്നേഹാദരവ് നൽകി. അന്തിക്കാട് പൾസ് കല്ലടി വഴിയും പൾസ് വനിതാ വിംഗും ചേർന്നാണ് ആദരവ് ഒരുക്കിയത്. ചടങ്ങിൽ ഷംല കബീർ അധ്യക്ഷത വഹിച്ചു. പൾസ് കല്ലിട വഴി കോർഡിനേറ്റർ അബ്ബാസ് അന്തിക്കാട് SIക്ക് സ്നേഹോപഹാരം നൽകി. സെക്രട്ടറി TS അശ്വതി, അന്തിക്കാട് വില്ലേജ് ഓഫീസർ ഗോപി അരിമ്പൂർ, PC മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സ്നേഹവിരുന്നും നടന്നു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വെങ്കിടങ്ങ് വ്യാപാര ഭവൻ ഹാളിൽ സ്ത്രീകൾക്കായി ബോധവൽക്കരണ സെമിനാർ നടത്തി. ശൈശവ വിവാഹം സമൂഹത്തിന്മ എന്ന വിഷയത്തെക്കുറിച്ച് നടന്ന സെമിനാറിന് അഡ്വക്കേറ്റ് VB സുരേഷ് കുമാർ നേതൃത്വം നൽകി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുരളി പെരുന്നെല്ലി ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏരിയ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ലതാ രാമകൃഷ്ണൻ അധ്യക്ഷയായിരുന്നു. മൂർക്കനാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിന്റെ 175-ാം വർഷ ജൂബിലിയോടനുബന്ധിച്ച് ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ ഇരിങ്ങാലക്കുടയിൽ അറിയിച്ചു.
കൃപയുടെയും സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. നവംബർ 9 രാവിലെ 10 മുതൽ വൈകിട്ട് 8 വരെയാണ് മത്സരങ്ങൾ നടക്കുക. ആദ്യ 3 സ്ഥാനക്കാർക്ക് ക്യാഷ് അവാർഡും ട്രോഫിയും നൽകുമെന്ന് ഭാരവാഹികളായ ഫാദർ ലിജു പോൾ, സ്കൂൾ പ്രിൻസിപ്പൽ VA ലില്ലി, സിബിൻ പോൾ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുന്നംകുളത്ത് ലോറിയിൽ ഇടിച്ച് നിയന്ത്രണം വിട്ട ബസ് വീട്ടുവളപ്പിലേക്ക് പാഞ്ഞുകയറി 3 പേർക്ക് പരിക്ക്. ഡ്രൈവർ വയനാട് കൃഷ്ണഗിരി സ്വദേശി വിപിൻ, ക്ലീനർ തിരുവനന്തപുരം സ്വദേശി അജ്മൽ, യാത്രക്കാരനായ MSP സബ് ഇൻസ്പെക്ടർ അപ്പുണ്ണി എന്നിവർക്കാണ് പരിക്കേറ്റത്. തിരുവനന്തപുരത്ത് നിന്ന് കൽപ്പറ്റയിലേക്ക് പോകുകയായിരുന്ന ബസ്സാണ് ശനിയാഴ്ച പുലർച്ചെ 3:30 അപകടത്തിൽപ്പെട്ടത്. കർണാടകയിൽ നിന്ന് എറണാകുളത്തേക്ക് പേപ്പർ കയറ്റി പോകുകയായിരുന്ന ലോറിയാണ് ബസ് ആദ്യം ഇടിച്ചത്. പിന്നീട് നിയന്ത്രണം വിട്ട ബസ് സമീപത്തെ ചുങ്കത്ത് അബ്രഹാമിന്റെ വീട്ടുമതിലും തകർത്ത് വീട്ടുവളപ്പിലെ തെങ്ങിടിച്ച് തകർത്താണ് നിന്നത്. ബസ്സിൽ നിറയെ യാത്രക്കാരുണ്ടായിരുന്നു. അപകടത്തെ തുടർന്ന് ബസിന്റെ വശങ്ങളിലെ ചില്ലുകൾ പൊട്ടിച്ചാണ് യാത്രക്കാരെ പുറത്തിറക്കിയത്. അബ്രഹാമിന്റെ വീടിന് മുൻവശത്തെ മേൽക്കൂരയും ഭാഗികമായി തകർന്നിട്ടുണ്ട്. അഖില കേരള CBSE സ്കൂൾ ഖോ ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ മാള ഹോളി ഗ്രേസ് അക്കാദമി CBSE സ്കൂളിൽ ആരംഭിച്ചു. 3 ദിവസങ്ങളിലായി നടക്കുന്ന മത്സരങ്ങൾ 21-ന് സമാപിക്കും. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിൽ നിന്ന് 28 ടീമുകളാണ് മത്സരിക്കുന്നത്. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ടീമുകളിലായി 750ഓളം പേർ മത്സരങ്ങളിൽ പങ്കെടുക്കും. ഇവർക്കുള്ള താമസവും ഭക്ഷണവും ഹോളി ഗ്രേസ് ഒരുക്കിയിട്ടുണ്ട്. ഖോ ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളുടെ ഉദ്ഘാടനം TN പ്രതാപൻ MLA നിർവഹിച്ചു. ഉദ്ഘാടനത്തിന് മുന്നോടിയായി നടന്ന വിദ്യാർത്ഥികളുടെ പരേഡിൽ MLA സല്യൂട്ട് സ്വീകരിച്ചു. ഹോളി ഗ്രേസ് അക്കാദമി ചെയർമാൻ അഡ്വക്കേറ്റ് രാജു ഡേവിസ് പെരേപ്പാടൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AA അഷ്റഫ്, ഹോളി ഗ്രേസ് ഡയറക്ടർ ഷീല ശ്രീവാസ്തവ തുടങ്ങിയവർ സംബന്ധിച്ചു. മത്സരങ്ങളുടെ സമാപന ദിവസം TN പ്രതാപൻ നേതൃത്വം നൽകുന്ന ടീമും അഡ്വക്കേറ്റ് രാജു ഡേവിസ് പെരേപ്പാടൻ നേതൃത്വം നൽകുന്ന ടീമും തമ്മിൽ സൗഹൃദ മത്സരമുണ്ടായിരിക്കും. ഡിസംബർ 12 മുതൽ 4 ദിവസം സംസ്ഥാന സ്കൂൾ കലോത്സവം മാള ഹോളി ഗ്രേസ് അക്കാദമിയിൽ നടക്കും. ആകാശ ജംബുരി എന്ന പൊതുവാർത്താവിനിമയ സംവിധാനത്തെ നാട്ടിക മണ്ഡലത്തിലെ എല്ലാ സ്കൂളുകളിലും പരിചയപ്പെടുത്തുമെന്ന് ഗീതാ ഗോപി MLA പറഞ്ഞു. അന്തിക്കാട് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച ആകാശ ജംബുരി ഉദ്ഘാടനം ചെയ്ത ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു MLA. മണ്ഡലത്തിലെ എല്ലാ സ്കൂളുകളിലും ഈ സംവിധാനം എത്തിക്കാൻ പരിശ്രമിക്കുമെന്നും MLA അറിയിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിൽപ്പെട്ട സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികൾക്കായി ആകാശ ജംബുരിയെ പരിചയപ്പെടുത്തി. അന്തിക്കാട് ഹൈസ്കൂളിൽ നടന്ന ദ്വിദിന ക്യാമ്പ് ഗീതാ ഗോപി MLA ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ആബിദ് അലി അധ്യക്ഷത വഹിച്ചു. KB ശ്രീമുരുകൻ മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് അംഗങ്ങളായ ചന്ദ്രിക രത്നാകരൻ, TP രഞ്ജിത് കുമാർ, പ്രധാനാധ്യാപിക VA ഷില്ലി തുടങ്ങിയവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുട ഉപജില്ലാ വിദ്യാഭ്യാസ ശാസ്ത്രമേള ശ്രദ്ധേയമായി. ഊർജ്ജ പ്രതിസന്ധിയും മാലിന്യ നിർമ്മാർജ്ജനവും മുന്നിൽ കണ്ടുകൊണ്ടാണ് വിദ്യാർത്ഥികൾ വിവിധ മോഡലുകൾ പ്രദർശനത്തിന് ഒരുക്കിയത്. മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യുന്നതോടൊപ്പം ഇതിൽ നിന്നുള്ള ഊർജ്ജം ഉപയോഗിച്ച് വൈദ്യുതി ഉണ്ടാക്കുന്ന മാതൃകയും വിദ്യാർത്ഥികൾ പ്രദർശനത്തിന് ഒരുക്കിയിരുന്നു. സോളാർ പാനൽ ഉപയോഗിച്ച് വീടുകളുടെ മേൽക്കൂര നിർമ്മിച്ച് ചിലവ് കുറഞ്ഞ രീതിയിൽ വൈദ്യുതി ഉണ്ടാക്കുന്ന മാതൃകയും ചിലവ് കുറഞ്ഞ രീതിയിൽ അതിവേഗ ട്രെയിൻ നിർമ്മിക്കുന്നതും പ്രദർശനത്തിലുണ്ടായിരുന്നു. റിമോട്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ചിലവ് കുറഞ്ഞ ബൾബുകളും സമയം ക്രമീകരിക്കുന്നത് വഴി അണയുന്ന ബൾബുകളും പ്രദർശനത്തിന് മാറ്റുകൂട്ടി. കൂടാതെ സെൻസറുകൾ വഴി പ്രവർത്തിക്കുകയും ഇന്റർനെറ്റിലൂടെ നിയന്ത്രിക്കുന്നതുമായ കാറുകളുടെ മാതൃകയും പ്രദർശനത്തിൽ ഉണ്ടായിരുന്നു. തൃശൂർ മെഡിക്കൽ കോളേജിലെ സാംസ്കാരിക സംഘടനയായ ഋതുവിന്റെ നേതൃത്വത്തിൽ സംഗീത പരിപാടി അവതരിപ്പിച്ചു. സംഗീത സംവിധായകൻ രതീഷ് വേഗ ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ സുധീന്ദ്ര ദോഷ് അധ്യക്ഷത വഹിച്ചു. 4 നൂറ്റാണ്ട് കാലമായി മദ്രസ അധ്യാപന രംഗത്ത് ശ്രദ്ധേയനായ PP മുസ്തഫ മൗലവിയെക്കുറിച്ചുള്ള ഡോക്യുമെന്ററിയുടെ CD പ്രകാശനവും ആദരണ ചടങ്ങും ഞായറാഴ്ച മുരിയാംതോട് നടക്കുമെന്ന് സംഘാടകർ തൃപ്രയാറിൽ അറിയിച്ചു. ചുലൂർ മഹല്ലിന് കീഴിലുള്ള മദ്രസ അസോസിയേഷനുകളുടെ നേതൃത്വത്തിലാണ് ആദരണ ചടങ്ങ് നടത്തുന്നത്. ഞായറാഴ്ച വൈകിട്ട് 4-ന് മുരിയാംതോട് ഇൽഫത്തുൽ ഇസ്ലാം മദ്രസയിൽ നടക്കുന്ന ചടങ്ങ് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ദാസൻ ഉദ്ഘാടനം ചെയ്യും. മുസ്തഫ മൗലവിയെക്കുറിച്ച് നാടകകൃത്ത് ബാപ്പു വലപ്പാട് തയ്യാറാക്കിയ ഡോക്യുമെന്ററിയുടെ CD പ്രകാശനം ഡോക്ടർ NA മാഹിൻ നിർവഹിക്കും. ഡോക്യുമെന്ററിയുടെ പ്രദർശനം ഉണ്ടാകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. VA ഇസ്മയിൽ, KM ഹൈദ്രോസ് കുട്ടി, ബാപ്പു വലപ്പാട്, PK സത്താർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെയും രക്ഷിതാക്കളെയും ആത്മവിശ്വാസം വളർത്തി സ്വയം തൊഴിൽ കണ്ടെത്തുക എന്ന ഉദ്ദേശത്തോടെ വടക്കാഞ്ചേരി BRCയുടെ കീഴിൽ
ചന്ദനത്തിരി നിർമ്മാണ പരിശീലനം നൽകി. 9 പഞ്ചായത്തുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾക്കാണ് റിസോഴ്സ് അധ്യാപകർ പരിശീലനം നൽകിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷ്ര റഷീദ് അധ്യക്ഷത വഹിച്ചു. BPO KK ഗംഗാധരൻ, HM ഫോറം കൺവീനർ സുബൈദ, റിസോഴ്സ് അധ്യാപികമാരായ VR ഷീജ, സോഫിയ ജെയ്സൺ എന്നിവർ സംസാരിച്ചു. കൈരളി നാട്യകലാക്ഷേത്രം നൃത്തവിദ്യാലയത്തിന്റെ 31ാം വാർഷികാഘോഷം നടന്നു. ഇരിങ്ങാലക്കുട ശ്രീനാരായണ ഹാളിൽ നടന്ന ചടങ്ങ് തോമസ് ഉണ്ണിയാടൻ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ ബെൻസി ഡേവിഡ് അധ്യക്ഷത വഹിച്ചു. മാതൃകാ അധ്യാപകരായി തിരഞ്ഞെടുത്ത ജോസ് K. കാളൻ, K. മായ എന്നിവരെ ആദരിച്ചു. മുരിയാട് മുരളീധരൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TG ശങ്കരനാരായണൻ എന്നിവർ സംസാരിച്ചു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശൈശവ വിവാഹം സാമൂഹ്യത്തിന്മ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് KP സുമതി ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് പത്മം വേണുഗോപാൽ അധ്യക്ഷയായിരുന്നു. വർദ്ധിച്ചുവരുന്ന വാഹനാപകടങ്ങൾ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി വടക്കാഞ്ചേരി സബ് RTക്ക് കീഴിലുള്ള യുവാക്കളായ ഹെവി ട്രാൻസ്പോർട്ട് ഡ്രൈവർമാർക്ക് പരിശീലനം നൽകി. പരിശീലനത്തിൽ പങ്കെടുത്ത 83 യുവാക്കൾക്ക് ഭക്ഷണവും 250 രൂപ സ്റ്റൈപ്പൻഡും റോഡ് സുരക്ഷാ അതോറിറ്റിയുടെ സർട്ടിഫിക്കറ്റും നൽകി. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ M. സുനിൽകുമാർ, AMVI M. രമേശ്, റിട്ടയർഡ് SI C. മുരളീധരൻ, അഡ്വക്കേറ്റ് പത്മപ്രഭ എന്നിവർ ക്ലാസ് എടുത്തു. SYS SSF പുത്തൻപള്ളി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ മദ്ഹെ മദീന ബുർദ മജ്ലിസ് സംഘടിപ്പിച്ചു. SYS കയ്പമംഗലം സോൺ ജനറൽ സെക്രട്ടറി സിറാജുദ്ദീൻ സഖാഫി ഉദ്ഘാടനം ചെയ്തു. SYS മേഖലാ പ്രസിഡന്റ് TA മുഫ്തിഖർ അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. പുത്തൻപള്ളി മഹലിലെ വിവിധ മദ്രസകളിൽ നിന്ന് പൊതുപരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ വ്യക്തികളെ ആദരിച്ചു. പ്രൊഫസർ C. രവീന്ദ്രനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK പ്രസാദ് അധ്യക്ഷത വഹിച്ചു. ദേശീയ അധ്യാപക അവാർഡ് നേടിയ AY മോഹൻദാസ്, റിപ്പൽ ജയാനന്ദിനെ പിടികൂടിയ പുതുക്കാട് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ, സംസ്ഥാന അധ്യാപക അവാർഡ് നേടിയ ജോസ് കാളൻ എന്നിവരെയും ജില്ലയിലെ ഏറ്റവും നല്ല PTA-ക്കുള്ള അവാർഡ് നേടിയ ആലത്തൂർ സ്കൂളിനെയുമാണ് ആദരിച്ചത്. പദയാത്രയായി ഭാരത പര്യടനം നടത്തുന്ന തുംകൂർ സദാശിവ ആശ്രമ സ്വാമികൾക്ക് ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിൽ സ്വീകരണം നൽകി. ദേവസ്വം ഉദ്യോഗസ്ഥരായ ഉഷാകുമാരി, ഹരിദാസ്, ക്ഷേത്രക്ഷേമ സമിതി കൺവീനർ TR ഹരിഹരൻ, കേരള ബ്രാഹ്മണ സഭ ജില്ലാ സെക്രട്ടറി മൂർത്തി എന്നിവർ ചേർന്ന് സ്വാമികളെ സ്വീകരിച്ചു. സ്വാമികൾ പൂങ്കുന്നം പുഷ്പഗിരി ശ്രീ സീതാരാമസ്വാമി ക്ഷേത്രവും തിരുവമ്പാടി ക്ഷേത്രവും സന്ദർശിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്തെ 14,000 റേഷൻ കടകൾ 1.5 വർഷത്തിനകം കമ്പ്യൂട്ടർവൽക്കരിക്കുമെന്ന് സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ്. വിവാദങ്ങൾ കേരളത്തിന്റെ വികസനത്തെ പിന്നിലേക്ക് വലിക്കുകയാണെന്നും മന്ത്രി. ഗുരുവായൂരിൽ നിന്ന് രാവിലെയുള്ള ട്രെയിനുകൾ വൈകി ഓടുന്നത് യാത്രക്കാരെ വലയ്ക്കുന്നു. എഗ്മോർ ഗുരുവായൂർ എക്സ്പ്രസ് വൈകുന്നത് മൂലമാണ് മറ്റു ട്രെയിനുകൾക്ക് സമയം പാലിക്കാനാകാത്തതെന്ന് ആക്ഷേപം. തീരദേശ വികസന കോർപ്പറേഷൻ ലാഭകരമായി പ്രവർത്തിക്കുകയാണെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി K. ബാബു. 1 കോടി രൂപ കോർപ്പറേഷൻ സർക്കാരിന് ലാഭവിഹിതമായി നൽകുമെന്നും മന്ത്രി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.